ഈയിടെയായിട്ട് പഠിക്കാൻ തീരെ താല്പര്യമില്ല. ഈ ഒരു പരാതിയായിട്ടാണ് പാരൻസിൻ്റെ അടുത്ത് വന്നിരുന്നത്. 11 വയസ്സുള്ള ഒരു മോനെയും കൊണ്ടിട്ട് വിശദമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായി മോനെ പുതുതായിട്ടൊരു ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഫുൾ ടൈം അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും അവന് സ്കൂളിൽ പോകാനുള്ള താല്പര്യം പോലും ഈയിടെയായിട്ട് കുറഞ്ഞിട്ടുണ്ടുള്ളത്. വിശദമായി പാരൻസോട് സംസാരിച്ചപ്പോൾ മാത്രമാണ് ഗെയിം അഡിക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ നേരമുള്ള സ്ക്രീൻ ടൈം ഉപയോഗം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന അവർ മനസ്സിലാക്കുന്നുണ്ട്. പല രക്ഷിതാക്കളും മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നതും സ്ക്രീൻ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ എന്താണ് കണ്ടന്റ് അവർ കാണുന്നതെന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് കുട്ടികളുടെ പഠനം മാത്രമല്ല അവരുടെ ബിഹേവിയറും സോഷ്യൽ ഇമോഷണൽ സ്കിൽസിനൊക്കെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ന്യൂസുകളും കുട്ടികളിൽ അക്രമാസക്തി വർദ്ധിക്കുന്നു, പല സ്വഭാവ പ്രശ്നങ്ങളും ആത്മഹത്യാ പ്രവണതയും വർദ്ധിക്കുന്നതിൽ പ്രധാന വില്ലനായിട്ട് വരുന്നത് അവരെ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സ്ക്രീൻ ടൈം, മൊബൈൽ ഉപയോഗവും മറ്റുള്ള രീതിയിലുള്ള ഗെയിം അഡിക്ഷൻസുമാണ്.